അപ്പോ ഏട്ടന്റെ വണ്ടി കണ്ട ശ്രുതിക്ക് അറിയായിരുന്നോ? ഇല്ല, അതുപോലൊരു വണ്ടിയായിരുന്നു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. സാറയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ട് കയറിയതാ. ഓ, അപ്പോ വീട് കണ്ടുപിടിച്ച് വന്നതല്ല, ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് കയറി വന്നല്ലേ? ഏട്ടൻ കുറച്ചു മുമ്പ് പുറത്തു പോയായിരുന്നോ? അല്ല, വണ്ടികൾ ഇനി മാറിപ്പോയതാണോ? ഏയ്, ഞാൻ നല്ല ഉറക്കമായിരുന്നേ. ഉറക്കത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. ഏത് വഴിക്കെങ്കിലും ആയിക്കോട്ടെ, മോളിവിടെ എത്തിച്ചേർന്നല്ലോ. പിന്നെ സാറെ വണ്ടി ഇടിച്ചത്, അതിനെ കുറിച്ച് ഓർത്ത് മോള് ടെൻഷനാവൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോയി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു തരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ആര് പറഞ്ഞു പെട്ടെന്ന് പോവാൻ? നിത്യമോളുടെ അനുജത്തി ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പോവാൻ പറ്റോ? ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, അത് ആന്റി, എനിക്ക് നല്ല തിരക്കുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. ശ്രുതി, അക്കാര്യത്തിൽ നിർബന്ധിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നിത്യചേച്ചിയുടെ ബന്ധുന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ടേ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ. അതെ, ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ ശ്രുതിമോള്. അവിടുന്ന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടി. ആള് പ്രശ്നക്കാരിയാ. വീണ ഗർഭിണിയാണ്. അമ്മാവനോട് ഇല്ല. നിനക്ക് എന്താ സംഭവിച്ചത്? എനിക്കെന്ത് പ്രശ്നം? ഞാനൊരു പ്രൊഫഷൻ്റെ ആയിരുന്നില്ലേ, അത് നിങ്ങളോടൊന്നും പറഞ്ഞ് അംഗീകരിക്കില്ല. അത് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനങ്ങ് പോയി. ഷൂട്ടിങ്ങിനിടയിൽ തലചുറ്റി ഒന്ന് വീണു. അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഹരിയേട്ടൻ അവിടെ വരെ വന്നൊന്നും ബുദ്ധിമുട്ടി എന്നുള്ളത് സത്യ. അതിന്റെ കണക്ക് പറയാനാണോ വന്നിരിക്കുന്നത്? ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ വീട്ടുകാർ വന്ന് തിരിച്ചു പോയപ്പോ വിഷമമായി കാണുമല്ലേ? വിഷമമായി. അത് വേണുവിന്റെ കുടുംബത്തെ ഓർത്തിട്ടല്ല, നിന്റെ അച്ഛനെ ഓർത്തിട്ടാ, എന്റെ അമ്മാവനെ ഓർത്തിട്ട്. ആ സാധു മനുഷ്യനെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാടി തോന്നിയത്? ഓ, സ്വന്തം ജോലി അച്ഛനോട് പറയാത്ത എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. സ്വന്തം ജോലി പറയാത്തവരുണ്ടാവും, പക്ഷേ വയറ്റിലൊരു കുഞ്ഞു കിടക്കുന്ന കാര്യം നീ മറച്ചു വെച്ചു. നീ എന്താ കരുതിയത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി നീ കാണിക്കുന്ന ക്ഷീണത്തിന്റെ ഓക്കാനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. നീ മിടിക്കുക, പക്ഷെ ഇത്രത്തോളം മിടുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരാ ഇതിന്റെ ഉത്തരവാദി? ചോദിച്ച കേട്ടില്ലേ? ആരാ ഇതിന്റെ ഉത്തരവാദി എന്നും? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ അറിയണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾ ശമ്പളം തന്ന് നിർത്തിയിരിക്കുമല്ല ഇവിടെ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഞാൻ എന്റെ അമ്മാവനെ. ആ മനുഷ്യന്റെ മനസ്സിന് എന്തെങ്കിലും ഒരു ആഘാതം നീ കാരണം ഉണ്ടായാല് പാടത്ത് വളം ഇടുന്നതിന്റെ കൂടെ കുഴിച്ചു മൂടുന്നില്ല ഞാൻ. മനുഷ്യന്റെ രൂപം പോരടി, മനുഷ്യന്റെ മനസ്സും കൂടി വേണം. കേട്ടോ?
ചേച്ചിയാ വിളിക്കുന്നത്. ഇങ്ങിതാ ഒന്ന് ഞെട്ടിക്കാം നമുക്ക്. ഹലോ, നീ ഇത് എവിടെയാടി? സംസാരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ എടിപൊടി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അയ്യോ, അമ്മയാണോ? ശ്രുതിയുടെ ഫോൺ എങ്ങനെ അമ്മയുടെ കയ്യില്? മോള് വിളിച്ചത് എന്റെ നമ്പറിലല്ലേ? അല്ല, ഞാൻ അവളുടെ നമ്പറിലേക്ക് തന്നെയാ വിളിച്ചേ. അതെങ്ങനെയാ മാറി വരുന്നേ? ഇപ്പൊ എന്താ പ്രശ്നം? അനിയത്തെ കാണാതായോ? ആ, അവൾ ഈ സമയമായിട്ടും കാണാത്തതുകൊണ്ട്. ചേച്ചി, ഞാനിവിടെ അമ്മയുടെ അടുത്തുണ്ട്. അമ്മേ, ഇവളിതെങ്ങനെയാ അവിടെ എത്തിയേ? അവളിങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി. ഞങ്ങള് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, ശ്രുതി മോളെ ഇന്ന് അങ്ങോട്ട് അയക്കണോ? വേണം. അവളെങ്ങനെയാ അവിടെ തങ്ങുന്നേ? ഇവിടെ തങ്ങുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ആ, ഞാൻ അമ്മയുടെ അടുത്ത് അധികം ഇരിക്കുന്നത് പിടിക്കുന്നില്ല അല്ലേ? അമ്മേ, അവളോട് ഒന്നിങ്ങ് വരാൻ പറ. ശരി, ഇവളെ ഇപ്പൊ തന്നെ വിട്ടേക്കാം മോളെ. വരുമ്പോ വിശേഷങ്ങളൊക്കെ മോള് തന്നെ ചോദിച്ചാ മതി. വേഗം വരാൻ പറ അവളോട്. തനിച്ച് ഇത്രയും ദൂരം പോരണ്ടേ? അതിനെക്കുറിച്ച് ഓർത്ത് മോള് പേടിക്കണ്ട. നല്ല സെക്യൂരിറ്റിയോട് കൂടിയേ ഇവളെ നമ്മൾ അയക്കൂ. അല്ലെങ്കിൽ തന്നെ ഇവൾക്കങ്ങനെ സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല തന്റെ ഉള്ള കുട്ടിയാ. എന്നാ ശരി അമ്മേ. ശരി. മോൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയി. ആ, എന്നാ പിന്നെ മോൾ ഇറങ്ങാൻ നോക്ക്. ഞാൻ ജീവനോട് പറയാം മോളെ കൊണ്ടുവിടാൻ. അയ്യോ വേണ്ട ആന്റി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ജീവൻ ചേട്ടൻ്റെ കൂടെ പൊക്കോളാം. അതാവുമ്പോ കുറച്ചും കൂടി സംസാരിക്കാലോ. ആരെ കണ്ടാലും സൽക്കാരം അമ്മയ്ക്ക്. വന്ന് കയറിയവള് പോവാൻ ഇറങ്ങിയ പിന്നെ പിടിച്ചിരുന്നതിനാ. ஐயா நித்யா மேடத்தோட சிஸ்டர் தானே? அப்ப அவர் நம்மள ஃபேமிலி தான் சார். എടാ, അവള് നിത്യ പോലൊന്നുമല്ല, വേറൊരു ടൈപ്പാ. என்ன சார், இத்தனையும் காலம் நித்யா மேடம் சரியில்லை சரியில்லைன்னு சொல்லிட்டு இருந்து, இப்ப அதெல்லாம் மாறி அந்த சின்ன பொண்ணு அது என்ன பாவம் பண்ணியாச்சு சார்? എടാ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളുടെ ഒരു ഇൻവെസ്റ്റിഗേഷനും ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങളും. என்ன இன்வெஸ்டிகேஷனா? அந்த பொண்ணு என்ன போலீஸா சார்? എന്റെ ശരവണ, എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാ നിന്നെ പോലൊരു മരക്കഴുതിയാണല്ലോടാ എന്റെ കൂടെ ഉള്ളത്. മോനെ, നേരെ ഒരുപാട് വൈകി. തനിച്ചു പൊയ്ക്കോളാന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ അത് ശരിയല്ലല്ലോ. നീ കൊണ്ടുപോയി വിട്ടിട്ട് വാ. ശരവണം കൊണ്ടുവിടാമേ. நான் അതെന്ത് മര്യാദകേടാടാ. ഇടാ, നിന്റെ അനുജത്തെ ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ടുവിടേണ്ടത് നിന്റെ ഉത്തരവാദിത്വമല്ലേ? അതൊന്നും ശരിയാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് വരാനുണ്ട്. എന്ത് കോള് വന്നാ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് നീ സംസാരിച്ചു. മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നെ കൊണ്ടുപോയി വിടാൻ ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏട്ടൻ വരണ്ട. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ അവൻ വെറുതെ പറയുന്നതല്ലേ. അല്ല മോളെ, ഈ സാധാരണ ഭാര്യയുടെ അനുജത്തിയോടും ബന്ധുക്കളോടും ഒക്കെ താനൊരു ഗൗരവക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ചിലര് ശ്രമിക്കും. ഇത് അത്രയേ ഉള്ളൂ. എടാ, നീ കൊണ്ടുപോയി വിടുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പൊക്കോളാം. എന്നാ നീ പോയി കാറിന്റെ ചാവി എടുത്തിട്ട് വാ. ഇവളൊക്കെ ഏത് നേരത്താണോ? മോളെ, നിത്യ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായാലും വന്നു കഴിഞ്ഞതിന് ശേഷമായാലും സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അല്ലേ രഘുവേട്ട? ആ, ഞാൻ വന്നോളാം. ദേ, ശ്രുതിയെ പോലെ ആരെങ്കിലും ഇവിടെ വന്ന് കയറുന്നത് വളരെ നല്ലതാണ്. വീടിന് മൊത്തത്തിലൊരു അനക്കം വെച്ചിട്ടുണ്ട്. താങ്ക്സ് അങ്കിൾ. ഏട്ടനെന്താ ഒന്നും മിണ്ടാത്തെ? പ്രത്യേകിച്ച് എന്ത് മിണ്ടാനാ? അല്ല, എല്ലാരും ഇന്ന് ഒറ്റപ്പെട്ട് നടക്കുന്ന ആളാണോ? എന്റെ വീട്ടിൽ അങ്ങനെ ആർക്കും ഒറ്റപ്പെട്ട് നടക്കാൻ പറ്റില്ല. ഏട്ടൻ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെ? അല്ല, ചിലരുണ്ടല്ലോ ഫ്രണ്ട്സിനോടൊക്കെ വല്ലാതെ തർക്കിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന. എനിക്കങ്ങനെ ആരോടും ദേഷ്യം വരാറില്ല. ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുവോ? അല്ല,
എന്റെ ഏട്ടനുണ്ടല്ലോ സുധി, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ടായി. അടിയും വഴക്കും ഒക്കെ തന്നെയാ. പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ആ പക ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാ? കോളേജ് ലൈഫിലോ അത് കഴിഞ്ഞിട്ടോ? നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ബഹളങ്ങളുണ്ടാവും. ഒഴിഞ്ഞു മാറി നടക്കാൻ നമുക്കറിയാമെങ്കിൽ പിന്നെന്താ ബുദ്ധിമുട്ട്? അല്ല, എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയാനില്ല. എനിക്കെല്ലാം ഇഷ്ടമാണ്. നല്ലതെന്തും മൂവീസ് ഒക്കെ കാണോ? കാണും. ഏത് ടൈപ്പ് മൂവീസാണ് ഇഷ്ടം? ഈ ഹൊറർ, ആക്ഷൻ അങ്ങനെ? ഇതെന്താ ഇന്റർവ്യൂ ആണോ? ആണെന്ന് കൂട്ടിക്കോ. ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവകാശം അനിയത്തിക്കില്ലേ? ഉണ്ട്. ഇതുവരെ നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താ? ഞാൻ പാസ്സാവോ? ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല. എനിക്കല്പം സൈക്കോളജി ഒക്കെ വശമുള്ളതാ. പഠിച്ചതൊന്നുമല്ല, ഈ ഓൺലൈൻ വെച്ചുള്ള ഒരു അഭ്യാസം. അത് വെച്ച് നോക്കുമ്പോ ഒട്ടും പിടുത്തം കിട്ടാത്തൊരു ക്യാരക്ടറായിട്ടെന്റെ. അല്പം ദുരൂഹമാണെന്നൊക്കെ പറയാം. നമുക്കൊരാളെ മനസ്സിലാവുന്നില്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്തു വേണമെങ്കിലും ധരിക്കാലോ. അതിന് സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചോദ്യം കൂടെ, പ്രേമിച്ചിട്ടുണ്ടോ? അത് സ്കൂള്, കോളേജ്, ചുറ്റുപാടുകൾ അങ്ങനെ എവിടെയെങ്കിലും? ഇല്ല. അതെന്തു പറ്റി? കാണാൻ നല്ല സ്മാർട്ടായ ഒരാള്, കുഴപ്പമില്ലാത്ത കുടുംബം. ആരോടും പ്രണയം തോന്നാത്തതാണോ, ട്രൈ ചെയ്തിട്ട് പൊട്ടിപ്പോയതാണോ? സൈക്കോളജി ഒന്നും പഠിക്കാതെ ഞാൻ ശ്രുതിയുടെ ലക്ഷണം പറയട്ടെ. എന്താ പറ. ശ്രുതിക്കൊരു തോന്നലുണ്ട്. ശ്രുതി ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്ന്. അത് ഈ പ്രായത്തിന്റെ. പ്രണയത്തിന്റെ കാര്യം പറഞ്ഞില്ല. ആരോടൊന്നും തോന്നിയില്ല. ഞാൻ വിശ്വസിക്കത്തില്ല. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഇല്ലാതെ ഒരാൾക്ക് മനസ്സിലെങ്കിലും പ്രണയം തോന്നാതിരിക്കില്ല. എന്ത് ഡിഫക്റ്റ്? അതെനിക്കറിയില്ല. വീടെത്താറായി. കിട്ടിയ ഉത്തരങ്ങളെ ഹരിച്ചും ഗുണിച്ചും ചേച്ചിയോട് പറഞ്ഞോളൂ. നിത്യയും ഞാനും തമ്മിലുള്ള വിവാഹം മുടക്കാൻ പലരും പല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ദൈവത്തിനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതിന് ശ്രമിച്ചവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്താ മാവാ? നീയേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരുപാടായില്ലേ? നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എടാ മക്കളെ, അതെ, നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? കുറേ ദിവസങ്ങളായിട്ട് ഈ മാറിയുള്ള നിന്റെ ഇരിപ്പുണ്ടല്ലോ, അത് നിനക്കില്ലാത്ത ശീലമല്ലേ? മുമ്പൊക്കെ എന്ത് മനസ്സിൽ തോന്നിയാലും അത് വെട്ടിത്തുറന്ന് പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു നിനക്ക്. ഇപ്പോ അതിനൊക്കെ മടി തോന്നി തുടങ്ങിയോ നിനക്ക്? അമ്മാവനോട് എന്തെങ്കിലും പറയാൻ ഞാൻ എന്തിനാ മടിക്കുന്നേ? എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം വെറുതെ ഇരുന്ന് പോകുന്നത് ഉള്ളിൽ എന്തെങ്കിലും രണ്ട് വരിയൊക്കെ തോന്നും. അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പിന്നെ സാരമില്ല അല്ലേ? ഈ കവിത എഴുതുക എന്ന് പറയുന്നത് പ്രസവ വേദന എടുക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
പക്ഷേ എടാ മക്കളെ, എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഞാനൊന്നും ചോദിക്കുന്നില്ല. പോരെ? അമ്മാവൻ ചെല്ലേ, ഞാൻ വരാം. ആ അല്ല, അതെ, അവന്റെ മോനും കൂടെ ഒന്ന് വാ. അതെ, ഞാൻ ഇന്ന് അവളെ കുറെ ചീത്ത പറഞ്ഞു. സത്യം പറഞ്ഞ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. അവളവിടെ കരഞ്ഞ് മോഹം വെറുപ്പിച്ചോണ്ടിരിക്കുക. എടാ, നമുക്ക് അതൊന്നും മാറ്റണ്ടേ മോനെ? എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അല്ല മോനെ, നിന്നോട് അവള് ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അതൊക്കെ പണ്ടല്ലേ. അമ്മയില്ലാത്ത കുട്ടിയെന്ന് ഞാൻ തന്നെ പറയുകയും ചെയ്യും. ഞാൻ തന്നെ അളവില്ലാത്ത വിധത്തിൽ അവളെ ചീത്ത വിളിക്കുകയും ചെയ്യും. വാ, എടാ വാടാ, വാ. അയ്യപ്പ, ഞാൻ കരുതി നീ ഇന്ന് വരില്ലെന്ന്. ചേച്ചി അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ തങ്ങുന്നത് മോശമല്ലേ എന്ന് കരുതിട്ടാ. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നേനെ. കേറുന്നില്ലേ? ഇല്ല, പോണം. അതെന്ത് പോക്കായേട്ടാ? ചേച്ചിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്ക്. ഞാനകത്തേക്ക് പൊക്കോളാം. പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ശരിയെന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. എടി, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? പിന്നെ ഭയങ്കര കുഴപ്പമുണ്ടാക്കി. ഇയാടെ ചെക്കനെ ഞാൻ പിടിച്ച് തിന്നാലോന്നാലോചിച്ച. പിന്നെ പാവം തോന്നിട്ട് വെറുതെ വിട്ടു. നീ അങ്ങനെ നിഷ്കളങ്കയാവൊന്നും വേണ്ട. ചെന്ന് കയറിയിട്ട് ആ കുടുംബം ബാക്കിയുണ്ടല്ലോ അല്ലേ? പേടിക്കണ്ട, അതൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സംസാരിക്കാന്ന് പറഞ്ഞ തുരുതുര ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരുന്നു. എന്നിട്ട് എന്തു തോന്നി നിനക്ക്? എന്തു തോന്നിയെന്ന് ചോദിച്ചാല് കുറച്ച് കുഴപ്പമാണല്ലോ മോളെ. എന്തുപറ്റി? ഒരു ചോദ്യത്തിനും നേരെ ചൊവ്വ ഉത്തരം പറഞ്ഞില്ല. ഉത്തരത്തിലൊക്കെ എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്തേനെ. കുഴപ്പത്തിലേക്കൊന്നും പോവരുതേ. കുഴപ്പത്തിലേക്ക് പോവാണ്ടിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ചേച്ചി ശരിക്കൊന്ന് എന്നോട് പറഞ്ഞേ, ഉള്ളി തട്ടി ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അയാളുടെ അടുത്ത്? ബുദ്ധിമുട്ടാ? ചേച്ചി ഒരു കാര്യം ഉറപ്പിച്ചോ, മറ്റുള്ളവരുടെ ബാധ്യതകളല്ല നമ്മുടെ കഴുത്തി താലിയായിട്ട് വീഴേണ്ടത്. ലൈഫ് നമ്മുടേതാ.